നമസ്കാരം. ഈ വർഷത്തെ ഇലക്ഷൻ വന്നിരിക്കുകയാണല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനുള്ള സമയമായിരിക്കുന്നു. എന്നാൽ നാം ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ആശയം എന്നുള്ളത് നാടിൻ്റെ സമഗ്ര വികസനത്തിനും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കൾക്കാണ് എൻ്റെ വോട്ട്. നമുക്ക് ഇന്നത്തെ യുവതലമുറയോട് ചോദിക്കാം, എന്തിനാണ് അവരുടെ വോട്ട്? അതിനായി നമ്മുടെ യാത്ര തുടങ്ങും. ഹലോ ചേട്ടാ, ഈ വർഷത്തെ ഇലക്ഷൻ വന്നിരിക്കുന്നത്. ചേട്ടന്റെ വോട്ട് എന്തടിസ്ഥാനത്തിലാണ് ചേട്ടൻ വിനിയോഗിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ വർഷത്തെ വോട്ട് ഞാൻ നൽകുന്നത് വിദ്യാസമ്പന്നമായ യൗവനത്തിന് വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വർഷത്തെ ഇലക്ഷൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത്? എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, അഴിമതിക്കെതിരെ പോരാടുന്ന, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നല്ല നേതാവിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇത്തവണത്തെ ഇലക്ഷൻ വന്നിരിക്കുകയാണല്ലോ. അപ്പം താങ്കൾ വോട്ട് ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലായിരിക്കും? നാടിന്റെ നല്ല നന്മയ്ക്ക് ആരെന്ത് ചെയ്യുന്നു അവർക്കായിരിക്കും എൻ്റെ വോട്ട്. ഇലക്ഷൻ വന്നിരിക്കുകയാണല്ലോ, അപ്പോൾ എന്തടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഒരു പക്ഷിയുടെ രണ്ട് ചെറുകൾ പോലെ തൻ്റെ വാക്കും തൻ്റെ പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഞാൻ എൻ്റെ വോട്ട് കൊടുക്കത്തുള്ളൂ. ഇലക്ഷൻ വന്നിരിക്കുകയാണ്. ഇപ്പം ടീച്ചറിന്റെ വോട്ട് എന്തടിസ്ഥാനത്തിലായിരിക്കും രേഖപ്പെടുത്തുന്നത്? ജാതിമത ഭേദമന്യേ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളിനായിരിക്കും എൻ്റെ വോട്ട്. ഓക്കെ, താങ്ക് യു. യു. അതെ, നല്ലൊരു നാളേക്കായി നമുക്ക് വോട്ട് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താം.